ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മലയാളത്തിലെ സംക്രമണം എന്ന പാഠഭാഗം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സെറ്റാക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റിവിഷൻ സെക്ഷനാണ്. ആ കവിത ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് വരാൻ. നമ്മളിവിടെ അതിൻ്റെ സംഗ്രഹം പാഠഭാഗത്തിൻ്റെ ചെറിയ രൂപം പഠിക്കും, പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നീയും കവർ ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് ആരംഭിക്കാം. സംക്രമണം ആറ്റൂർ രവിവർമ്മ. പാഠസംഗ്രഹം ഇങ്ങനെയാണ്, അല്ല, ഒരു സ്ത്രീ പക്ഷപാതപരമായിട്ടുള്ളൊരു കവിതയാണിത്. സംക്രമണം. കവി ഒരു ആഭിചാരക്രിയ ചെയ്യാണ്. അതായത് ഒന്നിലുള്ള ചില വസ്തുക്കളെ മറ്റൊരു വസ്തുവിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്? കൂട്ടിച്ചേർക്കാൻ പോവാണ്. അതായത് സ്ത്രീയുടെ ജീവിതത്തെ മറ്റു പല ജീവികളിലേക്കും കൂട്ടിച്ചേർക്കാൻ പോകുന്നു. എന്നാലേ ഇന്ന് അല്ലെങ്കിൽ വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീക്ക് മോചനം കിട്ടുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ആറ്റൂർ പറയുന്നത്. ഓക്കെ, കുറേ നാളായി കവിയുടെ ഉള്ളിൽ ഒരുത്തിയുടെ ശവശരീരം അളിഞ്ഞു നാറുന്നു. വിരലുകൾ മൂക്കിൽ തിരികെയാണ് കവി നടക്കുന്നതെങ്കിലും അരികത്തുള്ളവരും അകലെയുള്ളവരും ഒഴിഞ്ഞു മാറുന്നു. അത്രമാത്രം അസഹനീയമായിരിക്കുന്നു. കവിത തുടങ്ങുന്ന അങ്ങനെയാണ്. അറിവുണ്ടായപ്പോൾ മുതൽ ഒരു നൂലട്ടയായി കണ്ണിലുണ്ടായിരുന്നു. വിശപ്പ് കൊണ്ട് വാരി വലിച്ചു തിന്ന് ചത്തവൻ്റെ അമ്മയായവൾ. ഒരു പെണ്ണിൻ്റെ തല അതിന് ലഭിച്ചിരുന്നു. അവളുടെ മുഖത്തെ കണ്ണ്, ഒരു സ്ത്രീകളുടെ മുഖത്തെ കണ്ണ് പാതിരാക്ക് മാത്രം അടയ്ക്കാനുള്ളതാണ്. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. മുറിവിൻ്റെ വക്ക് പോലുള്ള ചുണ്ടുകളാണെങ്കിൽ നിശബ്ദമാണ്. അവളോളം വൈകി ഒരു നക്ഷത്രവും മയങ്ങാറില്ല. അവൾ ഉണർന്നതിന് ശേഷമേ സൂര്യൻ പോലും ഉണരാറുള്ളൂ. ആരാണ് ഈ അവൾ? സ്ത്രീകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 1000 കാതം നടന്നിടത്തും പുറപ്പെട്ടയിടത്ത് തന്നെ നിൽപ്പാണ് അവൾ. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകൾ ഏത് സ്ഥാനത്താണോ ഉള്ളത് അതേ സ്ഥാനത്ത് തന്നെയാണ് ഇന്നും സമൂഹം സ്ത്രീകളെ നിർത്തിയിരിക്കുന്നത്. ഒരു മാറ്റവുമില്ല. 1000 വട്ടം നെഞ്ചിൽ ചവിട്ടേറ്റിട്ടും അവൾ ഉണർന്നിട്ടില്ല. ഒരു നാറത്തേപ്പായി, ഒരു കുറ്റിച്ചൂലായി, ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമായി, ഒടുവിൽ ഒരട്ടി മണ്ണായി അവൾ മാറിയിരിക്കുന്നു. ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ കവി അഴിച്ചെടുത്ത് അതിസൂക്ഷ്മമായി മറ്റൊരു ശരീരത്തിൽ ചേർക്കുന്നു. വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കായ കടുവയിലേക്ക് അവൾ സംക്രമിക്കുന്നു. കുട്ടികൾ ഉറങ്ങുമ്പോൾ മലയുടെ താഴെ എവിടേക്കാണ് സംക്രമിക്കുന്നത്? വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന, ആദ്യം ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ കവി അഴിച്ചെടുത്ത് അതിസൂക്ഷ്മമായി മറ്റൊരു ശരീരത്തിലേക്ക് ചേർക്കാൻ പോവാണ് സംക്രമണത്തിൽ. വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരബുക്കായ കടുവയിലേക്കാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ചേർക്കാൻ പോകുന്നത്. അവൾ സംക്രമിക്കുന്നു. പിന്നെ കുട്ടികൾ ഉറങ്ങുമ്പോൾ മലയുടെ താഴെ വയലിനക്കരെ അതിൻ്റെ മുരൾച്ച കേൾക്കാം. ഇറയത്തെ എച്ചിൽ തിന്നുന്ന കൊടിച്ചിയിലല്ല, ഇരയെ വളഞ്ഞാക്രമിക്കുന്ന ചെന്നായിലാണ് ആത്മാവിനെ ചേർക്കുന്നത്. നാവിനെ ചേർക്കുന്നത് അവിടെയാണെന്നാണ് പറയുന്നത്. ഇനി അവളുടെ വിശപ്പാണെങ്കിൽ കാട്ടുതീയാകുന്നു, നഗരങ്ങളെ ചുട്ടരിക്കുന്നു. അവളുടെ വേദന ചലവും ചോരയും ഒലിപ്പിക്കുന്ന സന്ധിയിലേക്കും പകരുന്നു. അവളുടെ ശാപം സൂര്യതാപമായി മാറി വിളനിലങ്ങളെ കരിക്കുന്നു. വസൂരിമാല പരന്ന ആകാശത്തിൽ അവളുടെ ജഡം ബലിമൃഗമായി മാറുന്നു. നോക്കുക, ഉത്തരം. ചോദ്യോത്തരത്തിലേക്ക് വരാം. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥ വിശദമാക്കുക. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥ വിശദമാക്കുക. ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് ആറ്റൂരിൻ്റെ സംക്രമണം. നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ തുടരുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ ഇന്നും അവളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ്. സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടും അവളോടുള്ള സമീപനത്തിന് പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തുമാത്രം വിദ്യാഭ്യാസം നേടി വികസനം വന്നിട്ടും സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. നിയമങ്ങളും സംവരണങ്ങളും ശാക്തീകരണവും ഒന്നും പുരുഷാധിപത്യത്തിൻ്റെ നുകത്തിന് കീഴിൽ നിന്ന് കാര്യമായൊന്നും മോചിപ്പിച്ചിട്ടില്ല. ഇന്നും സ്ത്രീ ജീവിതം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. സെറ്റ്. ഇനി നോക്കുക, ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. സ്ത്രീകളെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സൂചകങ്ങളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീകളുടെ സാമൂഹികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം.
സമൂഹത്തിൽ വിലമതിക്കപ്പെടാതെ അസ്തിത്വം ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ ദയനീയമായ ജീവിതത്തെ കവി ആവിഷ്കരിക്കുന്നു. ഏറ്റവും ഉപയോഗമുള്ളതും അത്യാവശ്യമുള്ളതുമായ ഗൃഹോപകരണങ്ങളാണ് സ്ത്രീയുടെ സൂചകങ്ങളായി കവിതയിൽ ഉപയോഗിക്കുന്നത്. സ്ത്രീയെ എന്തായിട്ടാണ് നാറത്തേപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. വീടിനെ വൃത്തിയും വെടിപ്പുമുള്ളതാക്കി തീർക്കുന്ന സ്ത്രീയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗത്തിന് കണക്കില്ല. എങ്കിലും അവൾ അവസാനം കുറ്റിച്ചൂല് പോലെ ചൂല് ഉപയോഗിച്ച് കാലം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുറ്റിച്ചൂലായി മാറുന്നത്. ഒരു വസ്ത്രം ഉപയോഗിച്ച് അവസാനത്തിൽ എന്ത് ചെയ്യുന്നു, നാറത്തേപ്പായിട്ട് അടുക്കളയിലേക്കോ മറ്റോ തുടയ്ക്കാനോ പിടിക്കാനോ എടുക്കുന്നു. പാത്രങ്ങൾ ചളുങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ കിട്ടുന്ന അവസ്ഥ എന്താണോ അതേ അവസ്ഥയാണ് സ്ത്രീകൾക്കും കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഒരു കുറ്റിച്ചൂല് പോലെ, നാറത്തേപ്പ് പോലെ, ഞെണുങ്ങിയ കഞ്ഞിപ്പാത്രം പോലെ സ്ത്രീയെയും അവഗണിക്കുന്നു. വീടും പരിസരവും ശുദ്ധമാക്കാൻ യത്നിച്ചവളെ സമൂഹം നാറത്തേപ്പാക്കി മാറ്റിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഇന്ധനമൊരുക്കിയ കഞ്ഞിപ്പാത്രം ഉപയോഗശൂന്യമാകുമ്പോൾ വലിച്ചെറിയുന്നത് പോലെ അവളും ഉപേക്ഷിക്കപ്പെടുന്നു. തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ പിന്നീട് വക്കുപൊട്ടിയ പാത്രമെന്ന പോലെ പരിത്യക്തയാകുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതയാകുന്ന സ്ത്രീയുടെ ജീവിതത്തെ ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്ന ഗൃഹോപകരണങ്ങളിലൂടെ കവി ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. സെറ്റ്. ദെൻ നെക്സ്റ്റ്, മുഖത്ത് കണ്ണുകളതിന് പാതിരക്കടയ്ക്കുവാൻ മാത്രം, ഒരു നിശബ്ദമാ മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. സംക്രമണത്തിൽ ഈ വരികൾ സ്ത്രീയുടെ ഏതെല്ലാം ജീവിതാനുഭവങ്ങളിലേക്കുള്ള ചൂണ്ടുപലകകളാണ് വിശദമാക്കുക. മുഖത്ത് കണ്ണുകൾ അതിന് പാതിരക്കടയ്ക്കുവാൻ മാത്രം, ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. സ്ത്രീകളുടെ ഏതെല്ലാം ജീവിതാനുഭവങ്ങളിലേക്കാണ് ഈ വരി ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തരാധുനിക മലയാള കവിതയിലെ മികച്ച കൃതികളിലൊന്നാണ് സംക്രമണം. ആറ്റൂരിൻ്റെ അല്ലേ, യെസ്, ദീനവും നിരാലംബവും നിസ്സഹായവുമായ സ്ത്രീ ജീവിതത്തെ ചിത്രീകരിക്കാൻ കവി വ്യത്യസ്തമായ പ്രതികരണങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഒരു നൂലട്ട പോലെ ജുഗുപ്സ ഉളവാക്കുന്ന അവൾക്ക് പാതിരക്ക് അടയ്ക്കുവാൻ മാത്രമാണ് കണ്ണുകളെന്നും അവളുടെ ചുണ്ടുകൾ നിശബ്ദമായ ഒരു മുറിവ് മാത്രമാണ് എന്നും പറയുന്നു. പലവട്ടം നെഞ്ചത്ത് ചവിട്ടേറ്റിട്ടും ഉണരാതെ അവളൊരു ശവമായി കിടന്നു, ഒരട്ടി മണ്ണായി മാറി. കാണേണ്ടത് കാണാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, പറയേണ്ടത് പറയാതെ, സഹനവും നിശബ്ദതയുമായിട്ടാണ് സ്ത്രീകൾ ഒടുങ്ങുന്നത്. കാണേണ്ടത് കാണാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, പറയേണ്ടത് പറയാതെ, സഹനവും നിശബ്ദതയുമായി അവൾ ഒടുങ്ങുന്നു. കുടുംബത്തിൻ്റെ നിലനിൽപ്പിനായി ഒരു സ്ത്രീ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നു. എന്നാൽ ചോരയും നീരും വറ്റി മരണാസന്നയാകുമ്പോൾ അവൾ നിഷ്കരുണം ഉപേക്ഷിക്കപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ തിരസ്കൃതയായി ജീവിച്ച് ആരാലും പരിഗണിക്കപ്പെടാതെ ആരോടും പരിഭവിക്കാതെ അവൾ എന്ത് ചെയ്യുന്നു, മണ്ണോട് മണ്ണായി മാറുന്നു. സെറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും. അവൾ വൈകി കിടക്കുന്ന പോലെ ഒരു നക്ഷത്രം പോലും വൈകി കിടക്കാറില്ല. ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞ് എണീറ്റിയില്ല. അവൾ എഴുന്നേൽക്കുന്നതിനു മുന്നേ ഒരു സൂര്യൻ പോലും എണീറ്റിട്ടുണ്ടാവില്ല. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥയെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. ആറ്റൂരിൻ്റെ സംക്രമണം ഭാരത സ്ത്രീകളുടെ ദയനീയ ജീവിത ചിത്രങ്ങളും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വപ്നങ്ങളും ആവിഷ്കരിക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ ആയുസ്സും ആരോഗ്യവും കുടുംബത്തിനായി മാറ്റിവെക്കുന്നു. സർവം സഹയായി നിന്ന് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി തീരാൻ ജീവിതം അർപ്പിക്കുന്നു. പാതിരാവോളം കണ്ണിമ പൂട്ടാതെ സൗഖ്യം ഉറപ്പുവരുത്തുന്നു. പുലരും മുമ്പുണർന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി കഠിനമായിട്ട് പ്രവർത്തിക്കുന്നു. അവളോളം വൈകി ഒരു നക്ഷത്രവും മയങ്ങാറില്ല. അവൾക്ക് മുന്നേ ഒരു സൂര്യനും ഉണരാറുമില്ല. ത്യാഗനിർഭരമായ ആ ജീവിതത്തെയാണ് ഈ വരികളിൽ അവതരിപ്പിക്കുന്നത്. ഉപാധികളില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ, ഒരായുസ് മുഴുവൻ ഉറ്റവർക്കും ഉടയവർക്കുമായി ഒഴിഞ്ഞു വെക്കുന്ന അനേകം സ്ത്രീകളുടെ അവസ്ഥ ഓർമ്മിപ്പിക്കുന്നതാണ് കവിതയിലെ ഈ ഭാഗം. സെറ്റ്. ഓക്കെ, അപ്പോൾ പാഠഭാഗം വായിച്ച് സെറ്റാക്കിക്കൊള്ളുക, പഠിച്ചുകൊള്ളുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.